ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന വചനഭാഗം സങ്കീർത്തനം 16:11. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സങ്കീർത്തകൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് എടുത്തു പറയുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അപ്പോൾ ആനന്ദത്തിൻ്റെ പൂർണ്ണതയും ശാശ്വതമായ സന്തോഷവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ലഭിക്കുക. അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ ആനന്ദത്തിൻ്റെ പൂർണ്ണത, ശാശ്വതമായ സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം ലഭിക്കുക എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു കൊച്ചു വീഡിയോ ക്ലിപ്പ് ഓർക്കുകയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച്, സ്കോട്ട് നീസൺ എന്ന് പറയുന്ന ഫിലിം ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. അമേരിക്കയിൽ അദ്ദേഹം വളരെ പ്രശസ്തമായ രീതിയിൽ 20th സെഞ്ച്വറി ഫോക്സ് ഇൻ്റർനാഷണൽ ഫിലിം കമ്പനിയോട് ചേർന്ന് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന, ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ടായിരുന്ന ഈ പ്രശസ്തനായിട്ടുള്ള ഈ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ പണം കൂടിക്കൂടി വന്ന്, പ്രശസ്തി കൂടിക്കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും സന്തോഷം കിട്ടാത്ത ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരികയാണ്. പണത്തിലും പ്രശസ്തിയിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരിക്കൽ കംബോഡിയ എന്ന രാജ്യം സന്ദർശിക്കുന്നത്. അവിടെ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം കണ്ട അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു കാഴ്ച, വലിയൊരു മാലിന്യ കൂമ്പാരത്തിനിടയിൽ കൊച്ചു കുട്ടികൾ പുഴുക്കളെ പോലെ അരിച്ചിറങ്ങുന്നതാണ്. ഭക്ഷണം തേടിയും ആ മാലിന്യ കൂമ്പാരത്തിലുള്ള നല്ല വസ്തുക്കൾ തേടിയും ആ കൂമ്പാരത്തിനിടയിലൂടെ ചെറിയ ചെറിയ പുഴുക്കളെ പോലെ അരിച്ചിറങ്ങുന്ന കൊച്ചു കുട്ടികളെ കണ്ട് അദ്ദേഹത്തിന് വലിയ വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം ആ കുട്ടികളുടെ അരികിലേക്ക് ചെന്നു, അവരെ വിളിച്ചുകൂട്ടി, അവരോട് ചോദിച്ചു, എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? അപ്പോൾ ആ കുട്ടികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം, സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തരണം. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം അദ്ദേഹം വിറ്റ് ആദ്യം കംബോഡിയയിൽ 40 കുട്ടികളെ, അന്ന് അദ്ദേഹം കണ്ടുമുട്ടിയ 40 കുട്ടികളിൽ നിന്ന് തുടങ്ങി കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നീട് 400 4000 അങ്ങനെ അനേകം കുട്ടികൾക്ക് അഭയം നൽകി, അവരെ പഠിപ്പിച്ച് അവരെ വലിയ നല്ലവരാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ മനുഷ്യൻ ഈ സ്കോട്ട് നീസൺ. അദ്ദേഹം പിന്നീട് ഒത്തിരിയേറെ അവാർഡുകൾ വാരിക്കൂട്ടി. പല രാജ്യങ്ങളും അദ്ദേഹത്തെ ആദരിച്ചു. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയൊരു സന്തോഷം ഫിലിം ഫീൽഡിൽ അനുഭവിച്ചിരുന്ന നാളുകളേറെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയൊക്കെ ആ ഫിലിം ഫീൽഡിൽ അദ്ദേഹം വളർന്നു. അങ്ങനെ ലോകപ്രശസ്തമായ 20th സെഞ്ച്വറി ഫോക്സ് ഇൻ്റർനാഷണലിലെ പ്രസിഡന്റ് വരെ എത്തി. അവിടെ വെച്ചും അദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ടൈറ്റാനിക് പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശസ്തമായ ചിത്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹത്തിൻ്റെ ചുക്കാൻ പിടിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അതിലൊന്നും സന്തോഷം കിട്ടാത്ത ഒരവസ്ഥ വന്നു. സമ്പത്ത് കൊണ്ടും പ്രശസ്തി കൊണ്ടും ലോകത്തിൻ്റെ സന്തോഷങ്ങൾ കൊണ്ടും ആനന്ദം കിട്ടാത്തൊരവസ്ഥ വന്നു. പക്ഷേ അദ്ദേഹം ഈ കുട്ടികളിലേക്ക് തിരിഞ്ഞപ്പോൾ, പാവപ്പെട്ടവരെ സഹായിക്കാൻ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന അതെല്ലാം വിറ്റ് ഈ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം വലിയൊരു ആനന്ദം
ദൈവം നൽകുന്ന ആനന്ദം അനുഭവിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, ദൈവമാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത നൽകുന്നത്. ആനന്ദത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൻ്റെ സന്നിധിയിലാണുള്ളത്. ശാശ്വതമായിട്ടുള്ള സന്തോഷം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുക. അപ്പോൾ ഇവിടെ പറയുകയാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത, ഫുൾനെസ്, പൂർണ്ണത. അപ്പോൾ ഭാഗികമായ ആനന്ദമല്ല, അല്ല കുറച്ച് ആനന്ദമല്ല, അല്ലെങ്കിൽ താൽക്കാലികമായ ആനന്ദമല്ല, ഫുൾനെസ്, നിറവ്, ആനന്ദത്തിൻ്റെ പൂർണ്ണത ദൈവത്തിലാണ് ഉള്ളത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മകനെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഈ ആനന്ദത്തിൻ്റെ പൂർണ്ണത യേശുവിലുള്ള വിശ്വാസത്തിലൂടെയും യേശുവുമായിട്ടുള്ള ബന്ധത്തിലൂടെയുമാണ് നമുക്ക് ലഭിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ലോകത്തിൽ പല വിധത്തിൽ ആനന്ദമുണ്ടെന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ലോകത്തിൽ പല വിധത്തിൽ ആനന്ദമുണ്ട്. ജീവിതത്തിലും പല വിധത്തിലും ആനന്ദം നമുക്ക് ലഭിക്കും. പക്ഷേ ആനന്ദത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് യേശുവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. കർത്താവ് തരുന്ന ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. സങ്കീർത്തനം 21-ന്റെ 6-ാം തിരുവചനം, അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. അപ്പോൾ കർത്താവാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണം നൽകുന്നത്. ദൈവം തരുന്ന ആനന്ദവും ദൈവം തരുന്ന സന്തോഷവും സങ്കീർത്തകൻ പറയുകയാണ്, അത് ശാശ്വതമാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് പൂർണ്ണമാണ്, അത് സാഹചര്യങ്ങൾക്ക് അതീതമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ സ്നേഹമുള്ളവർ, ദൈവം തരുന്ന സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു പ്രത്യേകത ഇതാണ്, അത് സാഹചര്യങ്ങൾക്ക് അതീതമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനമൊക്കെ പലർക്കുമുണ്ട്. അതെപ്പോഴാണ് അവർ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ, ജീവിത പങ്കാളി നന്നായിട്ട് സ്നേഹിക്കുന്നു, മക്കൾ എപ്പോഴും പറഞ്ഞതനുസരിക്കുന്നു, വീട്ടിൽ ധാരാളം പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നല്ല ആനന്ദം, സന്തോഷമുണ്ട്. എന്നാൽ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ അനുസരിക്കാതെ വരുമ്പോൾ ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ എത്ര പെട്ടെന്നാണ് പല വ്യക്തികളും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എത്ര പെട്ടെന്നാണ് കുടുംബമടക്കം പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ ആനന്ദവും അത് ശാശ്വതമല്ല. എന്നാൽ കർത്താവ് തരുന്ന ആനന്ദമാണ് അത് ശാശ്വതമായിട്ടുള്ളതും അതാണ് പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്നതും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. സങ്കീർത്തനം 111-ാം തിരുവചനം, അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി, അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവിൽ ആനന്ദിക്കുവാനും കർത്താവിൽ സന്തോഷിക്കുവാനുമാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ ആനന്ദത്തിൻ്റെ പൂർണ്ണതയും ഈ ശാശ്വതമായ സന്തോഷവും ദൈവത്തിൽ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. പിശാച് എപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അത് ലോകത്തിൽ കണ്ടെത്താൻ സാധിക്കും, അത് ശരീരത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പിശാച് നമ്മോട് പറയും. പക്ഷേ ദൈവം നമ്മോട് പറയുന്നു,
വചനം നമ്മോട് പറയുന്നു, ശാശ്വതമായ സന്തോഷവും പൂർണ്ണമായ ആനന്ദവും കർത്താവിൻ്റെ കരങ്ങളിലാണുള്ളത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവർക്കുമാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ കർത്താവെ, ദൈവത്തിൻ്റെ സന്തോഷം ഞങ്ങളിൽ നിറയ്ക്കണമേ, ഈശോയുടെ സന്തോഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ അരികിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങൾ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി ഒഴുകുകയാണ്, പ്രവഹിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഒഴുകുന്ന സമയമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയുടെ തെരുവീതികളിലൂടെ ഈശോ നടന്നു പോകുമ്പോൾ അവിടുത്തെ ശരീരത്തിലൊന്ന് തൊടാൻ, വസ്ത്രത്തിലൊന്ന് തൊടാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. അവർക്ക് മനസ്സിലായി ആ ശരീരത്തിൽ നിന്ന് ശക്തി ഒഴുകുന്നുണ്ടെന്ന്. അവർക്ക് മനസ്സിലായി ആ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന്. വിശ്വാസത്തോടെ തൊട്ടവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവർക്കും സൗഖ്യവും അഭിഷേകവും അനുഗ്രഹവും ലഭിച്ചു. അതേ സ്നേഹമുള്ളവരെ, രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി യേശുവിൻ്റെ ശരീരമാകുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. പിശാചുക്കൾ ബഹിഷ്കരിക്കുന്ന ശക്തി യേശുവിൻ്റെ ശരീരമാകുന്ന ഈ തിരുവോസ്തിയിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ആ ശക്തി എന്നിൽ വന്ന് നിറയാൻ, നമ്മളിൽ വന്ന് നിറയാൻ, നമ്മുടെ കുടുംബങ്ങളിൽ വന്നറിയാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തിലുള്ളവർ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകം പ്രാർത്ഥന ആവശ്യമുള്ള ഓരോ നിയോഗവും നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തിരുവചനങ്ങളോട് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത്. അവിടുത്തെ വലത്ത് കൈയിലാണ് ശാശ്വതമായ സന്തോഷമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ
ശാശ്വതമായ സന്തോഷം തേടി നമ്മൾ ലോകത്തിൻ്റെ വഴികളിലൂടെ പോയി. പക്ഷെ പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു, അത് നിലനിൽക്കുന്നതല്ല. അത് കൂടുതൽ മനസ്സിന് ഭാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ശരിയായ ആനന്ദത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ എത്ര വഴികളിലൂടെ കടന്നുപോയി, എത്ര കാര്യങ്ങൾ പരീക്ഷിച്ചു. പക്ഷേ ആനന്ദത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലാണത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയും ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയുമാണ് നമുക്കത് ലഭിക്കുന്നത്. വചനത്തിലൂടെ സങ്കീർത്തകൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ആനന്ദത്തിൻ്റെ പൂർണ്ണത ദൈവത്തിലാണ്. ശാശ്വതമായ സന്തോഷം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതേ സ്നേഹമുള്ളവരെ, അന്നറിയാൻ നമുക്ക് ദൈവകൃപയാണ് ആവശ്യം, ദൈവത്തിലുള്ള ആശ്രയമാണ് ആവശ്യം, പാപരഹിതമായൊരു ജീവിതമാണ് ആവശ്യം. ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നതനുസരിച്ച് ഈ കൃപ നമ്മളിൽ വന്ന് നിറയും. ഈശോയെ, ലോകത്തിന് നൽകാനാകാത്ത ഈ ആനന്ദം, ശരീരത്തിന് നൽകാനാകാത്ത ഈ ആനന്ദം അങ്ങെനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന് നൽകാനാകാത്ത ശാശ്വതമായ സന്തോഷം ദൈവമേ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സുമടുത്ത് നിരാശയിലും തകർച്ചയിലും വീണുപോയ ഓരോ ഹൃദയത്തെയും വീണ്ടും ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. സാഹചര്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതീതമായ ദൈവം തരുന്ന ആനന്ദം ഈശോയെ എനിക്ക് നൽകണമേ, എൻ്റെ കുടുംബത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എല്ലാ നിയോഗങ്ങളും കർത്താവിന് സമർപ്പിക്കാം, എല്ലാ രോഗങ്ങളും കർത്താവിന് സമർപ്പിക്കാം, സാമ്പത്തിക തകർച്ചകൾ സമർപ്പിക്കാം, മക്കളെ സമർപ്പിക്കാം, യുവതി യുവാക്കളെ സമർപ്പിക്കാം, ജോലി തടസ്സങ്ങൾ സമർപ്പിക്കാം, ഉന്നത വിദ്യാഭ്യാസം പരീക്ഷകൾ സമർപ്പിക്കാം. ദൈവമേ കൃപയാണ് വേണ്ടത്, ദൈവമേ കൃപ വേണം. വലിയ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് വലിയ വിശ്വാസത്തോടെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ,
വലിയ സ്നേഹത്തോടെ അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ. യേശുവേ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ 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 സുഖപ്പെടുത്തണമേ. യേശുവേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് മറക്കാതിരിക്കാം, കർത്താവിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത്, മറ്റെങ്ങും അതില്ല. കർത്താവിൻ്റെ കരങ്ങളിലാണ് ശാശ്വതമായ സന്തോഷമുള്ളത്. ഈശോയെ ബോധ്യം നൽകി ദൈവത്തിൽ ആശ്രയിച്ച് കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.